Dear students, welcome to the class of MAT 203 Mechanics of Fluids. The topics that we'll be discussing are hydrostatic law and some problems based on hydrostatic law. First, hydrostatic law. നിങ്ങൾ സിലബസിൽ ഇത് പറഞ്ഞിരിക്കുന്നത് പ്രഷർ, ഡെൻസിറ്റി, ഹൈറ്റ്, റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ആ സിലബസ് കാണാൻ വേണ്ടി പറ്റുക. അതെന്താണ്? ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ആണ്. അത് തമ്മിലുള്ള റിലേഷൻ തരുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ആണ്. Pressure in a fluid at rest changes with vertical distance, but it remains constant in other directions. Therefore, pressure is same at all points on a horizontal plane in a given fluid. But in case of vertical direction in a gravity field, the pressure in a fluid increases with depth. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രഷറിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ്? ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഉണ്ട്, ആ ഫ്ലൂയിഡിൽ പ്രഷറിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ്? സർഫസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. അറ്റ്മോസ്ഫിയറിക് എയർ കോളത്തിൻ്റെ പ്രഷറാണ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവുക, അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. പിന്നെ ആ ഫ്ലൂയിഡിൻ്റെ അകത്തോട്ട് വരുന്ന സമയത്ത് എന്താണ്? വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് ആർക്ക് വേരിയേഷൻ ഉണ്ടാവുക? പ്രഷറിന് വേരിയേഷൻ ഉണ്ടാവുക. അല്ലാതെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലല്ല വേരിയേഷൻ ഉണ്ടാവുക. ഈ ഒരു പോയിന്റിൽ ഇല്ല പ്രഷർ താഴോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരും. ഡെപ്ത് കൂടുന്ന സമയത്ത് പ്രഷർ കൂടി വരും. ഇനിയാണ് എന്ത് ചെയ്യുന്നത്? സർഫസ് എന്ന് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ലെവലിൽ നിൽക്കുന്നു. ഈ ഒരു ഹൊറിസോണ്ടൽ ലെവൽ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ആ സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ എന്തായിരിക്കും? സെയിം പ്രഷറായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു പോയിൻറ്റും സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ വേറൊരു പോയിൻറ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ? രണ്ട് സ്ഥലത്തും സെയിം പ്രഷറായിരിക്കും ഉണ്ടാവുക. പ്രഷറിന് ഏത് ഡയറക്ഷനിലേ വേരിയേഷൻ സംഭവിക്കുന്നുള്ളൂ? വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമേ പ്രഷറിന് വേരിയേഷൻ സംഭവിക്കുന്നുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു പോയിൻറ്റിലെ പ്രഷർ കണ്ടുപിടിക്കണം. അതാണ് അതിനുള്ള ഇക്വേഷൻ ആര് തരും? ഹൈഡ്രോസ്റ്റാറ്റിക് ലോ തരും. ദ പ്രഷർ അറ്റ് എനി പോയിൻ്റ് ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. ഇവിടെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു കണ്ടെയ്നറിലുണ്ട്, അവിടെയുള്ള പ്രഷർ വേരിയേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ? ഈ ഒരു സർഫസിൽ എന്താണ്? സീറോ പ്രഷറാണ്. സീറോ പ്രഷർ എന്ന് വെച്ചാൽ അത് ശരിയാണോ? ഇവിടെ എന്താ ആക്ട് ചെയ്യുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ സീറോ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വരച്ചിരിക്കുന്നത് ആരെ പ്രഷർ ഡയഗ്രം ആയിരിക്കും? ഗേജ് പ്രഷറായിരിക്കും ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഗേജ് പ്രഷറിൽ ഡാറ്റം ആരാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതിനെക്കാട്ടിയും കൂടുതലുള്ള പ്രഷർ മാത്രമേ ഗേജ് പ്രഷറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ വരച്ചിരിക്കുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഗേജ് പ്രഷറിൻ്റെ ഡയഗ്രമാണ്. ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ സീറോ ഗേജ് പ്രഷറാണ്. താഴോട്ട് പോകുന്തോറും എന്താണ്? പ്രഷർ കൂടുന്നുണ്ട്. ഗേജ് പ്രഷർ ആണ് ഇവിടെ കൂടുന്നത്. മീൻസ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഇവിടെ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രഷർ എന്താണ്? ഗേജ് പ്രഷറാണ്. ഈ ഒരു പോയിന്റിലെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ലെങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ആക്ട് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഇവിടെയുള്ള ഈ ഒരു വെർട്ടിക്കൽ ഹൈറ്റിൽ വരുന്ന ഗേജ് പ്രഷർ. ഈ ഡയറക്ഷൻ നോക്കി നമുക്കെന്ത് മനസ്സിലാവും? ഈ ആരോൻ്റെ സൈസ് കൂടി വരുന്നുണ്ടല്ലേ. ഈ ആരോൻ്റെ സൈസ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ എന്താണ്? പ്രഷർ കൂടി പോകുന്നുണ്ട്. ഇനി ഹൈഡ്രോസ്റ്റാറ്റിക് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ എ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു സ്പെസിഫിക് വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. വെർട്ടിക്കൽ ഡയറക്ഷനിലെ ആ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ആർക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്? ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും. അത് ഇതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, പ്രൂഫ് ഉണ്ട്. അതിൻ്റെ ലാസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് അവസാനം കിട്ടും. അതിൻ്റെ പ്രൂഫിലേക്ക് നോക്കാം. കൺസിഡർ എ സ്മോൾ ഫ്ലൂയിഡ് എലമെൻറ്റ് ABCD. ഞാൻ ABCD എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് എലമെൻറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിന് ഒരു പാരാമീറ്റേഴ്സ് അതിൽ ഡിഫൈൻ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് നോക്കാം. ഡെൽറ്റ A ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എലമെൻറ്റ്. മീൻസ് ഈ AB എന്ന് പറഞ്ഞ സർഫസിൻ്റെ ഏരിയ. ഇതിപ്പം ആ ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. കറക്റ്റ് ഫ്ലൂയിഡ് എലമെൻറ്റ് എങ്ങനെ ഉണ്ടാവുക? ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതാണ് ഞാൻ AB എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഡയറക്ഷനിലും ഇത് മെറ്റീരിയൽ ഉണ്ട്. ഈ ഒരു സർഫസിൻ്റെ ഏരിയ അതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഡെൽറ്റ A എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സർഫസിൻ്റെ ഏരിയ അല്ലെങ്കിൽ ബോട്ടം അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് ഡെൽറ്റ A എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡെൽറ്റ Z എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് എലമെൻറ്റ്. ഈ കൺസിഡർ ചെയ്യുന്ന ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ ഹൈറ്റ് എന്താണ്? ഡെൽറ്റ Z ആണ്. P എന്താണ്? പ്രഷർ ഓൺ ഫേസ് AB. ഈ AB എന്ന് പറഞ്ഞ ഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ അതങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടാവുക? പ്രഷർ എപ്പോഴും നോർമൽ ടു സർഫസ് ആണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ആ പ്രഷറാണ്
പി എന്ന് പറയുന്നത്. സെഡ് എന്താണ്? ഈ ഒരു സെഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ഫ്ലൂയിഡ് എലമെൻറ്റ് ഫ്രം ടോപ്പ് സർഫസ്. ആ ടോപ്പ് സർഫസ് നിന്ന് ഫ്ലൂയിഡ് എലമെൻറ്റിലോട്ടുള്ള ആ ഡിസ്റ്റൻസ് ആണ് സെഡ് എന്ന് പറയുന്നത്. ഈ ഒരു സെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ ഡയറക്ഷൻ ഞാൻ സെഡ് എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇത് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ സെഡ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് എന്താണ്? ഈ ഒരു ഫ്ലൂയിഡ് എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് ഇതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ബാലൻസ് ചെയ്തിട്ടാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി ഫസ്റ്റ് വൺ, pressure force on AB is equal to P into delta A, which is normal to face AB in downward direction. ഈ എ ബി എന്ന് പറഞ്ഞ ഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എന്തായിരിക്കും? അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ ഇൻറ്റു ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ. അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ ഞാൻ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? പി ആണ്. അതിൻ്റെ ഏരിയ എന്തെടുത്തിന്? ഡെൽറ്റ എ. ആ പി ഇൻറ്റു ഡെൽറ്റ എ ചെയ്താൽ ഈ എ ബി എന്ന് പറഞ്ഞ ഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സായി. അത് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇനി അടുത്ത എന്താ? ഈ സി ഡി എന്ന് പറഞ്ഞ ഫേസിലെ പ്രഷർ ഫോഴ്സ് ആണ്. അതങ്ങനെ എഴുതിയിരിക്കുന്നത് പി പ്ലസ് ഡോ പി ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് ഇൻറ്റു ഡെൽറ്റ എ. ഈ ഒരു പ്രഷർ എഴുതുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ പി ആണെങ്കിൽ അടുത്ത ഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഈ ഒരു ഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ പ്ലസ് എന്താണ്? ഡോ പി ബൈ ഡോ സെഡ്. ആ പ്രഷറിന് സെഡ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് എവിടെ വരെ? ഓവർ ദാറ്റ് ഡിസ്റ്റൻസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനീഷ്യൽ പ്രഷർ പ്ലസ് ചേഞ്ച് ഇൻ പ്രഷർ ഇൻ ദാറ്റ് ഡയറക്ഷൻ ഇൻ ടു ദാറ്റ് ലെങ്ത്. അതാണ് ആ പ്രഷർ എഴുതേണ്ട രീതി എന്ന് പറയുന്നത്. ഇവിടെ സെഡ് ഡയറക്ഷനാണ് ഡൗൺവേർഡ് എഴുതിയിരിക്കുന്നത്. അതാണ് ഡോ പി ബൈ ഡോ സെഡ്. ഏത് ഡിസ്റ്റൻസിലാണ് വരുന്നത്? ആ ഡോ പി ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലാണ് ആ ചേഞ്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും പറയാം. ഇവിടെ പി ആണെങ്കിൽ ഇവിടെയുള്ള പ്രഷർ അങ്ങനെ എഴുതിയിരിക്കുന്നത് ദാറ്റ് പ്രഷർ പി പ്ലസ് ഡോ പി ബൈ ഡോ സെഡ് ഓവർ ദാറ്റ് ഡിസ്റ്റൻസ് എന്തായി? ബോട്ടം പോയിന്റിലെ പ്രഷറായി. അത് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്താണ്? വെർട്ടിക്കലി അപ്വേർഡാണ്. ഇൻറ്റു ഏരിയ ചെയ്താൽ എന്തായി? അവിടുത്തെ പ്രഷർ ഫോഴ്സായി. അടുത്തെന്താണ്? വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് എലമെൻറ്റ്. വെയിറ്റ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക? വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. മാസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ മതി. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായി? വെയിറ്റായി. ഡെൻസിറ്റി റോ ആണ്. ജി ഇൻറ്റു ഇതിൻ്റെ വോളിയം എന്ത് വരും? ഡെൽറ്റ എ ആണ് ക്രോസ് സെക്ഷൻ. ആ ക്രോസ് സെക്ഷൻ ഇൻറ്റു ഹൈറ്റ് ഡെൽറ്റ സെഡ് എന്തായി? അതിൻ്റെ വോളിയമായി. അന്നേരം എന്തായി? ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ റോ ജി ഇൻറ്റു ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ സെഡ്. ഇനി എന്താ? ഈ ബി സി എന്ന് പറഞ്ഞ സൈഡും എ ഡി എന്ന് പറഞ്ഞ സൈഡും എന്താണ്? അതിൽ ഈക്വൽ പ്രഷർ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. എന്തായി? ക്യാൻസൽ ചെയ്ത് പോയി. അടുത്തത് ഫോർ ഇക്വിലിബ്രിയം ഓഫ് ഫ്ലൂയിഡ് എലമെൻറ്റ്. ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എന്താണ്? അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഞാൻ ഏത് ഡയറക്ഷനാണ് പോസിറ്റീവായിട്ട് എടുക്കുന്നത്? ഡൗൺവേർഡ് ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. അന്നേരം ഏത് ഫോഴ്സ് പോസിറ്റീവ് ഉണ്ടാവും? പി ഇൻറ്റു ഡെൽറ്റ എ പോസിറ്റീവ് ആയിരിക്കും. പിന്നെന്താണ്? ഇതിൻ്റെ വെയിറ്റ് ഡൗൺവേർഡാണ് ആക്ട് ചെയ്യുന്നത്. അത് പോസിറ്റീവ് ആയിരിക്കും. ഈ സി ഡി എന്ന് പറഞ്ഞ ഫേസിലെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത് പി ഇൻറ്റു ഡെൽറ്റ എ മൈനസ് ഡോ പി പ്ലസ് ഡോ പി ബൈ ഡോ സെഡ് ഇൻറ്റു ഡെൽറ്റ സെഡ് ഇൻറ്റു ഡെൽറ്റ എ പ്ലസ് ഇതെന്താണ്? വെയിറ്റ് ആണ്. ഡൗൺവേർഡ് ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നത്. ഇത് ആക്ട് ചെയ്യുന്ന അപ്വേർഡ് ആയതുകൊണ്ടാണ് ഇതിന് നെഗറ്റീവ് വന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നത്? ഇതിനെ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെടുത്ത് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു. എക്സ്പാൻഡ് ചെയ്തത് ഏത് ടേം ക്യാൻസലാവും? പി ഇൻറ്റു ഡെൽറ്റ എ ഉണ്ട്. ഇവിടെ എന്താ? മൈനസ് പി ഇൻറ്റു ഡെൽറ്റ എ ഉണ്ട്. രണ്ട് ക്യാൻസലായി. ബാക്കി എന്താ ഇല്ല? മൈനസ് ഡോ പി ബൈ ഡോ സെഡ് ഇൻറ്റു ഡെൽറ്റ സെഡ് ഡെൽറ്റ എ പ്ലസ് റൈറ്റ് സൈഡിലെ റോ ജി ഡെൽറ്റ എ ഡെൽറ്റ സെഡ് ഉണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇത് നെഗറ്റീവാണ്. ഈക്വാലിറ്റിയുടെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. എന്തൊക്കെ ക്യാൻസൽ ചെയ്യുക? ഡെൽറ്റ സെഡ് ഇൻറ്റു ഡെൽറ്റ എ രണ്ട് സൈഡിലുണ്ട്. അത് ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി എന്താ? ഡോ പി ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു റോ ജി. റോ ഇൻറ്റു ജി എന്താണ്? സ്പെസിഫിക് വെയിറ്റ് ആണ്. ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് പറഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. അത് സ്പെസിഫിക് വെയിറ്റ് ആണ്. ആയില്ലേ? ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്താ പറയുന്നത്? റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? സ്പെസിഫിക് വെയിറ്റ്. അതായത് ഡോ പി ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഗാമ എന്ന് കിട്ടി. ഇക്വേഷൻ ഒന്ന് മാറ്റി റീറൈറ്റ് ആയിട്ടുണ്ട്. ഡോ പി ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു റോ ജി. ഇനി എന്ത് ചെയ്യുന്നത്? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഈ ഇക്വേഷനെ ഈ ഡോ സെഡിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ഡോ പി അല്ല ഡി പി ആണ് എഴുതിയിരിക്കുന്നത്. ഡോ സെഡിന് പകരം ഡി സെഡ്. അതെന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത്?
ഡോ പി ഇതെന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, ഇതെന്താണ് കംപ്ലീറ്റ് ഡെറിവേറ്റീവ് ആണ്. അതങ്ങനെ മാറ്റിയത് ഡോ പി ബൈ ഡോ സെഡിനെ ഞാൻ ഡി പി ബൈ ഡി സെഡ് എഴുതി. അങ്ങനെ എഴുതാൻ പാടണ്ട, എഴുതാം. കാരണം എന്താ, പ്രഷർ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഒരു വേരിയബിളിനെ സെഡിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. മീൻസ് ഇവിടെ എക്സിനെ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഈ പാർഷ്യൽ ഡെറിവേറ്റീവിനെ കംപ്ലീറ്റ് ഡെറിവേറ്റീവ് ആക്കാൻ വേണ്ടി പറ്റില്ല. പാർഷ്യൽ ഡെറിവേറ്റീവിനെ നമുക്ക് കംപ്ലീറ്റ് ഡെറിവേറ്റീവ് ആയിട്ട് എപ്പോഴും എഴുതാൻ വേണ്ടി പറ്റുക, ഏതെങ്കിലും ആ പാരാമീറ്റർ ഏതെങ്കിലും ഒരു വേരിയബിളിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഡോ പിനെ എന്ത് എഴുതാം, ഡി പി എന്ന് എഴുതാം. ഇവിടെ പ്രഷർ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു, സെഡ് ഡയറക്ഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ഡോ പി മാറി ഡി പി വന്നത്. ഇൻ്റഗ്രൽ ഡി പി എന്താണ്, പി ആണ്. റോ ജി ഡി സെഡ് എന്താണ്, ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും, റോ ജി സെഡ് കിട്ടും. പി ഈസ് ഈക്വൽ ടു റോ ജി സെഡ്. ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോയുടെ ഫൈനൽ എക്സ്പ്രഷൻ. ഈ ഒരു പോയിന്റിലെ പ്രഷർ എനിക്ക് കണ്ടുപിടിക്കണം. എന്തറിഞ്ഞാൽ മതി, ഈ ഫ്രീ സർഫസിൽ നിന്ന് ആ ഒരു പോയിന്റിലോട്ടിലെ ആ സെഡ് എന്ന് പറഞ്ഞ വാല്യൂ പറഞ്ഞാൽ എന്തായി, എനിക്ക് ആ പോയിന്റിലെ പ്രഷർ കണ്ടുപിടിക്കുക. ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയും അറിഞ്ഞിരിക്കണം എന്നേയുള്ളൂ. ഇതിലെന്താണ്, പി ഇസ് ദ പ്രഷർ എബോവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് പി ഗേജ് പ്രഷറാണ് പറയുന്നത്, ഇൻ എക്സസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് പി എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിലെ ടോട്ടൽ പ്രഷർ കിട്ടണമെങ്കിൽ എന്ത് വേണം, ഈ റോ ജി സെഡ് പ്ലസ് എന്ത് വേണം, അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടെ അതിൻ്റെ അപ്പുറം ആഡ് ചെയ്യണം. സെഡ് എന്താ, സെഡ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പോയിന്റ് ഫ്രം ഫ്രീ സർഫസ്. അടുത്തത്, ഫ്രം ഇക്വേഷൻ 2 ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഫോർ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് പ്രഷർ ഇൻക്രീസസ് ഇൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ വിത്ത് ഇൻക്രീസ് ഇൻ സെഡ്. Thus, Z is sometimes used as measure of pressure and is called pressure head. ഇതിൻ്റെ മീനിങ് എന്താ, ഈ ഒരു ഫ്ലൂയിഡ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുന്നു. ഇപ്പം ജി എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഡെൻസിറ്റി ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡിന് ഡെൻസിറ്റി എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഇനി സെഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആര് ഇൻക്രീസ് ചെയ്യും, പ്രഷർ ഇൻക്രീസ് ചെയ്യും. സെഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് പ്രഷറും ഡിക്രീസ് ചെയ്യും. അതിൻ്റെ മീനിങ് എന്താണ്, ഈ സെഡ് എന്ന് പറഞ്ഞ വാല്യൂ അല്ലെങ്കിൽ ആ വെർട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക, ഒരു പ്രഷറിൻ്റെ മെഷറായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതിനെ പറയുന്ന പേരാണ് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. സെഡിന് എന്ത് ഇക്വേഷൻ വരും, സെഡ് ഈസ് ഈക്വൽ ടു പി ബൈ റോ ജി. പ്രഷറിൻ്റെയും റോൻ്റെയും ജീൻ്റെയും യൂണിറ്റ് എഴുതിയിട്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ യൂണിറ്റ് ഫൈനൽ മീറ്റേഴ്സിലാണ് കിട്ടുക. സെഡിൻ്റെ യൂണിറ്റ് മീറ്റേഴ്സിലാണ് വരുന്നുണ്ടാവുക. ഇനി അതിനെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, കാൽക്കുലേറ്റ് പ്രഷർ ഡ്യൂ ടു 0.3 മീറ്റർ ഓഫ് വാട്ടർ. Second one, an oil of specific gravity 0.8 and mercury of specific gravity 13.6. Take density of water as 1000 kg/m³. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, സെഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലേ, മീറ്റർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും, സെഡിൻ്റെ വാല്യൂ ആയിരിക്കും. സെഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, പിന്നെ ഡിഫറെൻറ്റ് 3 ഫ്ലൂയിഡ്സും തന്നിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ ആണിത്. ഓരോ ഫ്ലൂയിഡിൻ്റെയും പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 0.3 മീറ്റേഴ്സ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ് പ്രഷർ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലുള്ള പ്രഷർ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റത്തെ കേസ് സെഡ് 0.3 ആണ്, വാട്ടർ എടുക്കുന്നത്. ഏതാ ഇക്വേഷൻ, പി ഈസ് ഈക്വൽ ടു റോ ജി സെഡ് ആണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്, 1000 ആണ്. ജി 9.81 ആണ്. സെഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എത്ര കിട്ടി, 2943 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതായത് 0.3 മീറ്റേഴ്സ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഷർ എത്രയാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ, 2943 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അടുത്തത് സെക്കൻഡ് പാർട്ട് എന്താ, ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്. നമുക്കെന്താണ്, ഡെൻസിറ്റിയാണ് വേണ്ടുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്, 1000. ഇനി ആ കറസ്പോണ്ടിങ് ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 ചെയ്താൽ മതി. ഏത് ക്വസ്റ്റനിലായാലും സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, ഡെൻസിറ്റി കിട്ടും. ആദ്യം ഓയിലിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത് എത്രയാണ്, 800 kg/m³. ഇനി പ്രഷർ കണ്ടുപിടിക്കാൻ, ഇനി ഏതാണ് അൺനോണിൽ, പ്രഷർ മാത്രമേ ഉള്ളൂ. സെഡിൻ്റെ വാല്യൂ സെയിം തന്നെയാണ്, 0.3 മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും, 2354.4 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി അടുത്ത സെയിം കേസ് തന്നെയാണ് മെർക്കുറി. മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്, 13.6. ഈ ഒരു വാല്യൂ ബൈ ഹാർട്ട് തന്നെ പഠിക്കണം, കാരണം ഇത് ക്വസ്റ്റ്യനിൽ എല്ലായ്പ്പോഴും തരണമെന്നില്ല. മെർക്കുറിയുടെ അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ്. ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക, സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 ചെയ്താൽ മതി, 13,600 കിട്ടി. അതിനുശേഷം എന്താ, പി ഈസ് ഈക്വൽ ടു റോ ജി സെഡ് ഇക്വേഷനിൽ ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്ര കിട്ടും, അതിൻ്റെ ആ 0.3 മീറ്റേഴ്സ് ഓഫ് മെർക്കുറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറിൻ്റെ വാല്യൂ കിട്ടും. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഇൻ എ ഫ്ലൂയിഡ് ഈസ് ഗിവൺ ആസ് 3.924 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡ് വെൻ ദ ഫ്ലൂയിഡ് ഈസ് വാട്ടർ ആൻഡ് ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.9.
ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? പീൻ്റെ വാല്യൂ ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ല ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? പി ആണ്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്താണ്? പി ആണ്. എനിക്ക് ആ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കോളം അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഹൈറ്റ് എത്ര, പിന്നെ 0.9 സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്ന ഓയിലിൻ്റെ ഹൈറ്റ് എത്ര, അതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. പ്രഷർ എത്രയാണ്? 3.924 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതാണ് SI യൂണിറ്റ് ആണോ? അല്ല. SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. സെൻറ്റിമീറ്ററിന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. എത്രയാണ്? 10⁻²നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെൻറ്റിമീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് 10⁻⁻4 താഴെ വന്നു. മുകളിലോട്ട് പോകുമ്പോൾ എന്തായി? 10⁻4 ആയി. ഓക്കെ. 3.924 × 10⁻4 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എനിക്ക് കണ്ടുപിടിക്കേണ്ടതാണ് സെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കറസ്പോണ്ടിങ് ഹൈറ്റ് ആണ്. ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആരാണ് കണ്ടുപിടിക്കുക? സെഡ്. സെഡ് ഈസ് ഈക്വൽ ടു P/ρg ആണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 ആണ്. ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81. സോൾവ് ചെയ്താൽ എത്ര കിട്ടി? 4 മീറ്റേഴ്സ് ഓഫ് വാട്ടർ കിട്ടി. അടുത്തത് ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.9. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നാൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1000നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡെൻസിറ്റി കിട്ടി. ഡയറക്റ്റായിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെഡ് ഈസ് ഈക്വൽ ടു P/ρgയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 4.4 മീറ്റേഴ്സ് ഓഫ് ഓയിൽ കിട്ടി. അടുത്തത് an oil of specific gravity 0.9 is contained in a vessel. At a point the height of oil is 40 meter. Find the corresponding height of water at the point. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ രണ്ട് ഫ്ലൂയിഡ് കമ്പയർ ചെയ്യാനല്ലേ. 0.9 സ്പെസിഫിക് ഗ്രാവിറ്റിയിലെ ഓയിൽ, അതിൻ്റെ ഹൈറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 40 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഓയിലിൻ്റെ സ്ഥാനത്ത് എന്ത് ഉപയോഗിക്കുന്നത്? വാട്ടർ ഉപയോഗിക്കുന്നത്. ആ കറസ്പോണ്ടിങ് പ്രഷറിന് എത്ര വാട്ടർ ഹൈറ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പറയാതെ 40 മീറ്റർ. ഈ ഇക്വേഷൻ നോക്കുക. P ഈസ് ഈക്വൽ ടു ρg സെഡ്. ഇവിടെ ഞാൻ സെഡ് ഡെൻസിറ്റി കണ്ടുപിടിച്ചതിന് സെഡിന് 40 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്കൊരു പ്രഷർ കിട്ടും അല്ലേ. ഒരു പ്രഷറിന് ഒരു വാല്യൂ അത്രയും കിട്ടും. ആ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ വാട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ P എന്ന് പറഞ്ഞ പ്രഷർ എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ. ഏത് ഡിഫറെൻറ്റ് ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ P എന്ന് പറഞ്ഞാൽ സെയിം പ്രഷർ എടുക്കുന്നത്. പക്ഷേ സെഡിൻ്റെ വാല്യൂ വേരി ചെയ്യും. കാരണം എന്താ? ഇവിടെ ആരുണ്ട്? ഡെൻസിറ്റി. ഓരോ ഫ്ലൂയിഡിനും ഓരോ ഡെൻസിറ്റിയാണ് ഉണ്ടാവുക. പറഞ്ഞാൽ മനസ്സിലായിരിക്കുന്നു. സെയിം പ്രഷറാണ്. പ്രഷർ ഞാൻ ഫിക്സ് ചെയ്ത് വെക്കുന്നു. ഞാൻ ഡിഫറെൻറ്റ് ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് സെയിം ഹൈറ്റ് കിട്ടുക ഇല്ല. കാരണം എന്താ? ഇവിടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. അത് വേരി ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആര് വേരി ചെയ്യും? സെഡ് വേരി ചെയ്യും. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 40 മീറ്റർ സെഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രഷർ ഉണ്ടാവുമല്ലേ. ഇനി ഞാൻ ആ ഓയിലിൻ്റെ സ്ഥാനത്ത് വാട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്ര ഹൈറ്റ് ആയിരിക്കും അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക? അതാണ് ഇവിടെ കാണേണ്ടത്. ആദ്യം ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. പിന്നെന്താ? ഹൈറ്റ് ഓഫ് ഓയിൽ 40 മീറ്റർ തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം P ഈസ് ഈക്വൽ ടു ρg സെഡ് കണ്ടുപിടിച്ചിട്ട് എന്താ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലെ പ്രഷർ ഞാൻ കണ്ടുപിടിച്ചു. ഇനി എന്താ ഇന്ന്? ലിക്വിഡ് മാറ്റി വാട്ടറാക്കി. പ്രഷർ ചേഞ്ച് ഇല്ല. ആര് മാറി? ഡെൻസിറ്റി മാറിയല്ലേ. ഡെൻസിറ്റി വാട്ടറിൻ്റെ എത്രയാണ്? 1000 ആയി. അന്നേരം കറസ്പോണ്ടിങ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ P/ρg ചെയ്യുന്നത് എത്രയാണ് കിട്ടുന്നത്? 36 മീറ്റേഴ്സ് ഓഫ് വാട്ടർ കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. An open tank contains water up to a depth of 2 meter and above it an oil of specific gravity 0.9 for a depth of 1 meter. Find the pressure intensity at the interface of two liquids. Second one at the bottom of the tank. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഓപ്പൺ ടാങ്ക് ഉണ്ടല്ലേ. അതിൽ 2 മീറ്റർ ഹൈറ്റ് വരെ ആരുണ്ട്? വാട്ടർ ഉണ്ട്. അതിനുശേഷം 1 മീറ്റർ ഹൈറ്റിൽ ആരുണ്ട്? ഓയിലുണ്ട്. ഇത് ഒരു KTUവിൻ്റെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. ഡിസംബർ 2019 ചോദിച്ചത്. നിങ്ങൾ പഠിക്കുന്ന സ്കീമല്ല, നിങ്ങളെ പ്രീവിയസ് സ്കീമാണ്. പക്ഷേ എന്താ? സിലബസ് സെയിം ആണ്, ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് എന്താ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുക. ഓൾറെഡി ചോദിച്ച യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ. വാട്ടറും ഉണ്ട്, ഓയിലും ഉണ്ട്. എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? ഇൻ്റർഫേസ്, വാട്ടർ ഓയിൽ ഇൻ്റർഫേസ്. ഈ A എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷറും കണ്ടുപിടിക്കണം. പിന്നെന്താ? ബോട്ടത്തിലെ പ്രഷറും കണ്ടുപിടിക്കണം. അതിന് ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓയിലിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണം അല്ലേ. സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ആണെങ്കിൽ ഡെൻസിറ്റി കണ്ടുപിടിക്കുക. ഇൻറ്റു 1000 ചെയ്താൽ മതി. 900 kg/m³. ഇനി ഈ A എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ അങ്ങനെ കണ്ടുപിടിക്കുക. ഏത് ഇക്വേഷൻ ആയിരിക്കും? ഫ്ലൂയിഡ്, സ്റ്റാറ്റിക് ഫ്ലൂയിഡിലില്ലേ ഏതെങ്കിലും ഒരു പോയിന്റിലെ പ്രഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് വേണം നമുക്ക്? ഹൈറ്റ്. ആ ഹൈറ്റ് P ഈസ് ഈക്വൽ ടു ρg സെഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പ്രഷർ അവിടെ കിട്ടി. ആദ്യം എന്ത് ചെയ്യുന്നത്? ഇൻ്റർഫേസ് A എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഈ ഓയിലിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഡെപ്ത് എത്രയാണ്? 1 മീറ്റർ ആണ്.
ഓക്കെ, ഡയറക്റ്റ് ആൻസർ കിട്ടി 829 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി ബി എന്ന് പറഞ്ഞ പോയിന്റ്, ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് നോക്കുന്ന സമയത്ത് ആരുടെയൊക്കെ എഫക്റ്റ് വരുന്നുണ്ട്? ഓയിലിൻ്റെ പ്രഷറും വരുന്നുണ്ട്, ഈ വാട്ടറിൻ്റെ പ്രഷറും വരുന്നുണ്ട്. എന്ത് ചെയ്യണം? രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഇനി ഒരു ഫ്ലൂയിഡും കൂടി ഉണ്ടെങ്കിലോ അതിൻ്റെ പ്രഷർ പ്ലസ് ഈ ഒരു പ്രഷർ പ്ലസ് ഈ ഒരു പ്രഷർ, അത് അഡിറ്റീവായിട്ട് പോകും. ഓക്കെ, അന്നേരം അങ്ങനെ ഇക്വേഷൻ ഏതാ? ഈ ഒരു പ്രഷർ എന്ത് വരും? ഇതിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ആ ഹൈറ്റ് 1 മീറ്റർ പ്ലസ് വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 ഇൻറ്റു 9.81 ഇൻറ്റു 2 മീറ്റർ, രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്തായി? ഈ ബി എന്ന് പറഞ്ഞ പോയിൻ്റ് എല്ലാം ബോട്ടം ഓഫ് ദി ടാങ്കിലെ പ്രഷറായി. എത്രയായിരുന്നു? 28449 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അടുത്തത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പറയുന്ന സമയത്ത് മീൻ സീ ലെവലിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയാണ് 1.01325 ബാർ, അല്ലെങ്കിൽ അതിനെ പാസ്കലോട്ട് കൺവേർട്ട് ഇൻറ്റു 10⁵ ചെയ്താൽ എന്തായി? പാസ്കലോട്ടായി. ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ 760 mm of Hg ആണ്, 10.34 meters of water ആണ്. ഇതങ്ങനെയാണ് വേരിയേഷൻ വന്നത്. മെർക്കുറിയുടെ ടേംസ് പറയുന്ന സമയത്ത് 760 mm of Hg മാത്രമേ ഉള്ളൂ. വാട്ടറിൻ്റെ ടേംസ് പറയുന്ന സമയത്ത് 10.34 meters ആയി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മെർക്കുറിയുടെ ഡെൻസിറ്റിയിലും വാട്ടറിൻ്റെ ഡെൻസിറ്റിയിലുള്ള ഡിഫറൻസ് ആണ്. മെർക്കുറിയുടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 13,600 kg/m³ ആണ്. വാട്ടറിൻ്റെ അത്രയേ ഉള്ളൂ, 1000 ഉള്ളൂ. അത്രയും ലാർജ് ഡിഫറൻസ് ഉണ്ട്. ഇനി ഞാൻ ഈ പ്രഷർ എത്രയാണ്? ഈ ഒരു വാല്യൂ 101.325 പാസ്കൽ, അത് ഞാൻ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഫിക്സ് ചെയ്ത് വെച്ചു. എന്താ? അത് ഫിക്സഡായി. ഇനി റൈറ്റ് സൈഡിൽ നോക്കുന്ന സമയത്തോ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ എന്താണ്? നോർമലി സെഡ് കുറയും. കാരണം ഇതിവിടെ ഞാൻ ഇപ്പം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം ഒരു ക്വാണ്ടിറ്റി കൂടുന്നുണ്ടെങ്കിൽ മറ്റേ ക്വാണ്ടിറ്റി കുറയണം. കാരണം ജി എന്താണെന്ന് കോൺസ്റ്റൻ്റ് ആണ്, 9.81 ആണ്. മെർക്കുറിക്ക് ഇത്രയും വലിയ ഡെൻസിറ്റി ഉണ്ട്. മീൻസ് എന്താ? സെറ്റിൻ്റെ വാല്യൂ ഇത്ര മാത്രമേ വരുന്നുള്ളൂ, 760 mm of Hg മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1000 ആണ്. ഇക്വേഷൻ ബാലൻസ് ആവണം. സെറ്റ് എത്ര വേണം? 10.33 അല്ലെങ്കിൽ 34 meters ഓഫ് വാട്ടർ വേണം. ഇതാണ് ആ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണം. എന്താണ്? ഈ ഒരു ഇക്വേഷൻ, ഹൈഡ്രോസ്റ്റാറ്റിക് ലോൻ്റെ ഇക്വേഷൻ നോക്കിയാൽ ആ ഡിഫറൻസ് വരാനുള്ള കാരണം മനസ്സിലാവും. കാരണം സെയിം പ്രഷറിനാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് ഡിഫറൻറ്റ് ഫ്ലൂയിഡിന് ചെയ്യുന്നത്.